ഐടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോ എന്തുകൊണ്ടാണ് ചെന്നൈയിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും രൂക്ഷമായ ഫ്ലഡിങ് ഉണ്ടായത്? ഓൾമോസ്റ്റ് 650 മില്ലിമീറ്റർ പെർ ആനം ആണ് ഇപ്പോൾ അവിടുത്തെ റെയിൻഫാൾ. അത് താമസിക്കാതെ തന്നെ 1000 മില്ലിമീറ്റർ പെർ ആനം എന്നുള്ള രീതിയിലേക്ക് മാറും. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തിന്റെ അർബൻ ഡ്രെയിനേജിന്റെ മാസ്റ്റർ പ്ലാൻ അവസാനം ഉണ്ടാക്കിയത് 1932-ലാണ്. ഈ ഒരു ഇഷ്യൂസിനെ മൊത്തം നമുക്കൊരു രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഗവൺമെന്റ് പറഞ്ഞു അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സമയത്തിന് ഏർലി വാർണിംഗ് തന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ. പർട്ടിക്കുലർലി ഇൻഷുറൻസ് കമ്പനീസ് വളരെയധികം അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനീസിന്റെ ക്ലെയിംസ് കൂടും. അവർ പറയുന്ന ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ അർബൻ ഫ്ലഡ്സിനെ വലിയ രീതിയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഐടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമാണ് മെഗാ ഫ്ലഡ്സ് ഇൻ മില്യൺ സിറ്റീസ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുബിൻ ആൻഡ് അക്ഷർ നാരായൺ. അപ്പോ ചർച്ചയിലേക്ക് കടക്കും മുൻപ് എന്തുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോ വളരെ അടുത്ത കാലത്ത് തന്നെ ഇന്ത്യ ഹാസ് സർപാസ് ചൈന ടു ബിക്കം ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ്. നമ്മുടെ രാജ്യം വികസിക്കുന്നതിനോടൊപ്പം തന്നെ ജനസംഖ്യ വളരുന്നതിനൊപ്പം തന്നെ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. വേൾഡ് ബാങ്കിന്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ബൈ 2050 50% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ വിൽ ബി ലിവിംഗ് ഇൻ സിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മുടെ നഗരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ്സുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഇമ്പോർട്ടന്റ് ചാലഞ്ച് ആയിട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ ഡിസാസ്റ്റർ പ്രിപ്പയർനെസിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ നഗരങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ അടുത്ത കുറച്ച് ദിവസം മുമ്പ് മിച്ചാങ് എന്ന് പറഞ്ഞൊരു കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിക്കുകയുണ്ടായി. എസ്പെഷ്യലി ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങൾ. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വളരെ വ്യാപിച്ച ഫ്ലഡ്സ് ഉണ്ടായിട്ടുണ്ട് ഇത് കാരണം. അപ്പോ എന്തുകൊണ്ടാണ് ചെന്നൈയിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും രൂക്ഷമായ ഫ്ലഡിങ് ഉണ്ടായത്? ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. 2015 ചെന്നൈയില് ഇതിനു മുമ്പും രൂക്ഷമായ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ചെന്നൈയിൽ മാത്രമല്ല, മറ്റ് പല നഗരങ്ങളിലും, ബാംഗ്ലൂര്, ബോംബെ തുടങ്ങി മറ്റ് പല നഗരങ്ങളിലും ഇതേ എക്സ്പീരിയൻസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന തിരുവനന്തപുരം ആയാലും കുറച്ച് നാൾ മുമ്പ് തന്നെ ചെറിയ ഒരു കനത്ത മഴ ഉണ്ടായതോടുകൂടി റോഡുകൾ ബ്ലോക്ക് ആവുകയും പല സ്ഥലങ്ങളിലും വെള്ളം ഉയരുകയുണ്ടായി. ആൻഡ് രക്ഷാപ്രവർത്തനത്തിന്റെ ആവശ്യം വന്നു. അപ്പോ അക്ഷർ, എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഈ സഡൻ ആയിട്ടുള്ള ഫ്ലഡിങ്ങിന്റെ റീസൺസ്? തിരുവനന്തപുരത്ത് അർബൻ ഫ്ലഡുകൾ കുറെ കൂടെ കോമൺ ആവുന്നതിന്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ്ലി അത് ട്രിവാൻഡ്രത്തിന് സ്പെസിഫിക് ആയ ചില കാരണങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്, ഇന്ത്യയിൽ ഏതൊരു നഗരവും മോസ്റ്റ്ലി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പലതും ട്രിവാൻഡ്രത്ത് മാനിഫെസ്റ്റ് ആകാറുണ്ട്. അതിലിപ്പോൾ ട്രിവാൻഡ്രം സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തിന്റെ അർബൻ ഡ്രെയിനേജിന്റെ മാസ്റ്റർ പ്ലാൻ അവസാനം ഉണ്ടാക്കിയത് 1932-ലാണ്, അതായത് രാജഭരണ കാലത്ത്. കഴിഞ്ഞൊരു 100 വർഷമായിട്ട് ആ മാസ്റ്റർ പ്ലാനിൽ വലിയ അപ്ഡേഷൻസോ മേജർ ചേഞ്ചുകളോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ആൻഡ് ഈ കഴിഞ്ഞ 100 വർഷത്തിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ പോപ്പുലേഷൻ ഒരു 1 ലക്ഷത്തിന് ഏകദേശം 10 ലക്ഷത്തിന് മുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും കുറച്ചൊരു പോപ്പുലേഷനെ ഡിസൈൻ ചെയ്ത ഒരു ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാനിന് ഒരിക്കലും ട്രിവാൻഡ്രം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ സഫീഷ്യന്റ് അല്ല. അതാണ് ഫണ്ടമെന്റൽ പ്രശ്നം. പിന്നെ അതല്ലാതെ പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒക്ടോബർ 2023 ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മൺസൂണിന്റെ ലോങ് പീരീഡ് ആവറേജ് അഥവാ LPA അതിനേക്കാളും 158% കൂടുതലായിരുന്നു ട്രിവാൻഡ്രത്ത് ഒക്ടോബറിൽ പെയ്ത മഴ. പിന്നെ അത് കൂടാതെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം പണ്ടുണ്ടായിരുന്ന മൺസൂണിലെ പാറ്റേൺസ് അല്ലല്ലോ ഇപ്പോൾ. പലപ്പോഴും ഇപ്പോൾ ഇടവപ്പാതി, തുലാവർഷം എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ് വരുന്നത് നമുക്ക് അറിയുക പോലും ഇല്ല. അതും നമ്മുടെ പ്ലാനിങ്ങിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതുള്ള കാര്യം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം വളരെയധികം എക്സ്പാൻഡ് ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ. അതിൽ പ്രൈമർലി വളർന്ന സൈഡുകളെല്ലാം കഴക്കൂട്ടം, വേളി, ആക്കുളം അങ്ങോട്ടാണ്. അതെല്ലാം ഒന്നെങ്കിൽ ചതുപ്പുകൾ, വെറ്റ്ലാൻഡ്സ്, ലോ ലയിങ് ഏരിയ, വയലുകൾ, അതുപോലത്തെ പല സ്ഥലങ്ങളും നികത്തിയാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആ ടെക്നോ പാർക്കിന്റെ ഫേസ് 2 മുതൽ ഉള്ള എല്ലാ എക്സ്റ്റൻഷനും ഇതിന് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. അങ്ങനത്തെ ഏരിയാസിൽ ഡെവലപ്മെന്റ് വരുന്നതും ഒരു വലിയ രീതിയിൽ അർബൻ ഫ്ലഡ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന സൈക്ലോണിക് സ്റ്റോംസും അതുപോലത്തെ ഇവന്റ്സ്, ഫോർ എക്സാമ്പിൾ 2017 ലോക്കി, അതുപോലത്തെ എക്സ്ട്രീം വെതർ ഇവന്റ്സും വളരെയധികം കൂടിയിട്ടുണ്ട്. അതും അർബൻ ഫ്ലഡിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏതൊരു നഗരവും ഫേസ് ചെയ്യുന്ന പോലത്തെ പല ഗവർണൻസ് ഇഷ്യൂസിന്റെ മാനിഫെസ്റ്റേഷൻസ് ട്രിവാൻഡ്രത്തുണ്ട്. അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അർബൻ ലോക്കൽ ബോഡീസ്, അവരുടെ ഇഷ്യൂസ്. ഇപ്പൊ അതിന്റെ ഗവർണൻസ് പ്രശ്നങ്ങളും നമുക്കൊരു എഫക്റ്റീവ് റെസ്പോൺസ് നൽകാൻ സാധിക്കുന്നില്ല അർബൻ ഫ്ലഡ്സിന്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കഴിഞ്ഞ മാസം ട്രിവാൻഡ്രത്ത് ഉണ്ടായ ഫ്ലഡിങ്ങിന്റെ ആഫ്റ്റർ മാത്തിൽ ഗവൺമെന്റ് ക്രിറ്റിസിസം വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സമയത്തിന് ഏർലി വാർണിംഗ് തന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ചോദിച്ചാൽ അവർ പറയും നമ്മളെല്ലാം കൊടുത്തായിരുന്നു, നമ്മുടെ ഭാഗത്ത് തെറ്റല്ല എന്ന്. ഇപ്പൊ തെറ്റ് അവരുടെ ആണെങ്കിലും ഇവരുടെ ആണെങ്കിലും ഫണ്ടമെന്റലി നമുക്ക് ഇതിന് യൂണിഫൈഡ് ആയി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇന്ത്യയിലേക്ക് ഏർലി വാർണിംഗ് സിസ്റ്റംസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വളരെ ലിമിറ്റഡ് ആണ്. ട്രിവാൻഡ്രം പോലൊരു ടയർ 2 അല്ലെങ്കിൽ ടയർ 3 എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയിൽ ആവശ്യത്തിന് ഏർലി വാർണിംഗ് സിസ്റ്റംസ് നമ്മൾ ഇപ്പോഴും വെച്ചിട്ടില്ല. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള പ്രശ്നങ്ങളും ഇതിന് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫണ്ടമെന്റലി പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മളിപ്പോ വീട്ടിൽ നിന്നൊക്കെ കുടുംബശ്രീയോ അല്ലെങ്കിൽ അതുപോലെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് വന്ന് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യുന്ന പോലും പലപ്പോഴും എൻഡപ്പ് ചെയ്യുന്ന ലാൻഡ് ഫില്ലുകളിലും നദികളിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ടാക്കിൾ ചെയ്യാതെ ഒരിക്കലും ട്രിവാൻഡ്രം പോലൊരു സിറ്റിക്ക് അർബൻ ഫ്ലഡിങ്ങിനെ തടയാൻ പറ്റത്തില്ല. ഇപ്പോ ഇതുപോലെ പാർവതി, പുത്തനാറ്, ആമേഴഞ്ചൻ തോട് അതുപോലത്തെ മാൻമെയ്ഡ് കനാലുകളെല്ലാം ഒന്നാമതേ അവർ വളരെ പഴയതാണ്. ആൻഡ് അത് മൊത്തം നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ നിറച്ച് പ്ലാസ്റ്റിക്കുമാണ്. അതിനെല്ലാം തടുക്കാതെ ട്രിവാൻഡ്രത്തിന് അർബൻ ഫ്ലഡിങ് രക്ഷിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോ ഒരു ഔട്ട്ഡേറ്റഡ് മാസ്റ്റർ പ്ലാൻ, ക്ലൈമറ്റ് ചേഞ്ച് കാരണം മാറി വരുന്ന മഴ, വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്യൂസ് ആൻഡ് അർബൻ ഗവേണൻസിലുള്ള കുറെ പോരായ്മകൾ, ഇതൊക്കെയാണ് തിരുവനന്തപുരം നേരിടുന്ന പ്രശ്നങ്ങൾ. ഇനി മറ്റ് നഗരങ്ങളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണോ നേരിടുന്നത്, അതോ ഇനി പുതുതായിട്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ജോഗ്രഫിക്കൽ ഇതുള്ള ഒരു രാജ്യമാണ്. അപ്പം ഓരോ സംസ്ഥാനത്തും അതിൻ്റെതായ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ നമുക്ക് ഏറ്റവും സുപരിചിതമായി ഈ ഒരു ഇഷ്യൂസിനെ മൊത്തം നമുക്കൊരു 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡും മറ്റേത് ഈ പറയുന്ന മാൻമെയ്ഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാം. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ബംഗളൂരു. അപ്പോ അതിനകത്ത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് ആ ഒരു അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് ആണ്. ഓൾമോസ്റ്റ് 650 millimeter പെർ ആനം ആണ് ഇപ്പോൾ അവിടുത്തെ റെയിൻഫാൾ. അത് താമസിക്കാതെ തന്നെ 1000 millimeter പെർ ആനം എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പൊ അത് കൂടാതെ തന്നെ വേറെയും കുറെ അധികം ഇന്റൻസ് ക്ലൈമറ്റ് പ്രശ്നങ്ങൾ, ഇന്റൻസ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഹിമാലയൻ സിറ്റീസ് എന്ന് പറയാൻ പറ്റുകയില്ല. സിറ്റീസ് മണാലി അതുപോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അടുപ്പിച്ചിരിക്കുന്ന ടൗൺഷിപ്പ്. അപ്പൊ ഇവിടെ ഋഷികേശ്, മണാലി, ഇപ്പൊ നമ്മൾ ഈ റീസെന്റ് നമ്മളിപ്പോ കണ്ടത് ഈ ഋഷികേശിലും മണാലിയിലുമുള്ള ഫ്ലഡാണ്. അപ്പം ഈ ഫ്ലഡുകൾ ഒക്കെ ഈ ഫ്ലഡിന്റെ ഒക്കെ മെയിൻ റീസൺസ് ക്ലൗഡ് ബേഴ്സ്റ്റ് ആണ് പറയപ്പെടുന്നത്. ഇവിടെ ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്ന ഫിനോമിന ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്റൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ ഇന്ത്യൻ മൺസൂണിന്റെ വരുന്ന വേരിയേഷൻസ്. അപ്പോൾ ഇതുപോലുള്ള അർബൻ സിറ്റീസിന് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ റോഡ്, അവിടുത്തെ റെയിൽ ഈ കണക്ടിവിറ്റി ഒന്നും ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഫ്ലഡിനെ നേരിടാനുള്ള ഒരു എബിലിറ്റി ഉള്ളതല്ല. ഫോർ അനദർ എക്സാമ്പിൾ ആണ് ഇപ്പം ഈ പറയുന്ന സിക്കിം റൈറ്റ് നൗ നമ്മളിപ്പോ കുറച്ച് നാൾ മുമ്പ് കേട്ടതാണ് സിക്കിമിൽ ഒരു വലിയ ഫ്ലഡ്, ഒരു ഡാം ബ്രേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലഡ്. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതില്ലാതെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലിമിറ്റ് വെച്ചേ പറയാൻ പറ്റുള്ളൂ. ഓൾറെഡി നമ്മുടെ അർബൻ ഗവേണൻസ് സിസ്റ്റം, ഇപ്പൊ അക്ഷർ നേരത്തെ പറഞ്ഞായിരുന്നു, അതിനകത്ത് ഒരു അർബൻ ഗവേണൻസ് സിസ്റ്റത്തിന്റെ ഫെയിൽ. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് 2015 ചെന്നൈ ഫ്ലഡ്സ്. 2015 ചെന്നൈ ഫ്ലഡ്സ് എന്താ സംഭവിച്ചതെന്ന് CAG ഒരു ഓഡിറ്റ് റിപ്പോർട്ട് 2018 റിലീസ് ചെയ്തായിരുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ചെമ്പ്രവക്കം ഡാം ഒരു ലേക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ ലേക്കിൽ നിന്നുള്ള വാട്ടർ പെട്ടെന്ന് റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത വാട്ടറിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി ചെന്നൈ സിറ്റി കോർപ്പറേഷന് പറ്റിയിട്ടുമില്ല. അപ്പം ഇങ്ങനെ മാൻമെയ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെയുണ്ട്. ഇതൊന്നും റിലേറ്റഡ് അല്ലാത്ത മറ്റേ സൈക്ലോണിക്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ദോ സൈക്ലോൺസിന്റെ ഇന്റൻസിറ്റി കൂടുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിലും സൈക്ലോൺസ് എന്ന് പറഞ്ഞത് ഇപ്പം ബിപാർജോയ് ആണെങ്കിൽ, ഇപ്പം നേരത്തെ പാർവതി പറഞ്ഞ പോലെ ചെന്നൈയിൽ റീസെന്റ് സംഭവിച്ചാണെങ്കിലും ഇതിനെ ഒന്നും നേരിടാൻ വേണ്ടി നമ്മുടെ ഒരു സ്ക്രോളിംഗ് അർബൻ ഇൻഫ്രാസ്ട്രക്ചറിന് പറ്റിയിട്ടില്ല. പിന്നെ അതൊന്നും കൂടാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ അർബൻ ലേക്സിന്റെ കാര്യം.
അർബൻ ലേക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഹൈദരാബാദ് കണക്കനുസരിച്ച് ഓൾമോസ്റ്റ് 1929 ആകുമ്പോൾ 400 ലേക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ആയുള്ള 169 ലേക്സ് ആണ്. അപ്പൊ ഈ ലേക്സിലേക്ക് പോയി വാട്ടർ എത്തി അവിടെ അത് അബ്സോർവ് ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ആ പാറ്റേൺ ഇപ്പം സംഭവിക്കുന്നില്ല. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ഇന്ത്യൻ സിറ്റീസിനെ പ്ലേ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഏകദേശം ഇതേ ഒരു പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോ കോമൺ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ സിറ്റീസിനെ അലട്ടുന്നത്. ആൻഡ് ചില സ്ഥലങ്ങളിലെ ജോഗ്രഫി അനുസരിച്ച് പ്രശ്നങ്ങൾ മാറുന്നു. ക്ലൗഡ് ബേസ്റ്റ് ആയാലും കുറച്ചുകൂടി പ്രോൺ ആയിട്ടുള്ള ഹിമാലയൻ സിറ്റീസിൽ വരുമ്പോൾ അങ്ങനെ കുറച്ച് എക്സ്ട്രാ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രീം വെതർ ഇവന്റ്സ് ആൻഡ് അണ്ടർ പ്രിപ്പയർഡ് സിറ്റീസ് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്. ആൻഡ് അത് തന്നെയാണ് ഈ ഇൻക്രീസിങ് അർബൻ ഫ്ലഡിങ്ങിന്റെ റീസൺ. ഇനി നമുക്ക് ഒരിക്കലും ഫ്ലഡ്സിന്റെ കോസസിനെ പറ്റി അല്ലെങ്കിൽ ഇമ്പാക്ട്സിനെ പറ്റി സംസാരിക്കാതെ പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്തായാലും ഈ ഫ്ലഡിങ് കാരണം ഹ്യൂമൻ കോസ്റ്റും ഉണ്ടാവുന്നുണ്ട്, ഒരു ഇക്കണോമിക് കോസ്റ്റും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ നമുക്കിപ്പോ ഫ്ലഡിങ് കാരണം ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്? അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, ആ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് പറയാം. പാർവതി പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ അർബൻ ഫ്ലഡിന്റെ ഇമ്പാക്റ്റുകൾ ഒരു എക്കണോമിക് ലെൻസിലും ഒരു നോൺ എക്കണോമിക് ലെൻസിലും അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോൺ എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ ഓബിയസ്ലി അതിൽ വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് ദൈനംദിന ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ആണ്. എസെൻഷ്യൽ സർവീസസ് പലപ്പോഴും സസ്പെൻഡ് ആണ്, വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പൊ ചെന്നൈയിലും കഴിഞ്ഞ ആഴ്ച മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോമിനിടയിൽ ഇലക്ട്രിക്കൽ ലൈൻസ് എല്ലാം പൊട്ടി. അപ്പൊ ഇലക്ട്രിക്കൽ ലൈൻസ് വെള്ളത്തിൽ തൊട്ട് ആരും കറണ്ടടിച്ച് മരിക്കാതിരിക്കാൻ ഒരു ദിവസത്തോളം ചെന്നൈയിൽ പലയിടത്തും കറണ്ട് കട്ട് ചെയ്തു. അതൊക്കെ അങ്ങനത്തെ പല എസെൻഷ്യൽ സർവീസസും കംപ്ലീറ്റ്ലി സ്തംഭിച്ചു പോകാറുണ്ട് ഫ്ലഡ്സിന്റെ ഇടയിൽ. പിന്നെ അല്ലാതെ തന്നെ ഓൾറെഡി ഫ്രഷ് വാട്ടർ ബോഡീസ് ഒരു നഗരത്തിനകത്ത് ഉണ്ടെങ്കിൽ അവ പൊല്യൂട്ടഡ് ആവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതിന്റെ റിലേറ്റഡ് ആയി തന്നെ ഡിസീസസ് സ്പ്രെഡ് ആവാറുണ്ട്, എപ്പിഡമിക്സ് ഒക്കെ. ഇപ്പൊ 2022 പാകിസ്ഥാനിൽ നടന്ന ഫ്ലഡിങ് ലോകമെമ്പാട് ശ്രദ്ധ നേടിയ ഒരു കാര്യമാണ്. അതിനുശേഷം കറാച്ചി സിറ്റിയിൽ കോളറ കേസുകൾ ആക്ച്വലി നല്ലപോലെ കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒഫീഷ്യലി ഡേറ്റ് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ പല മേജർ നഗരങ്ങളിൽ നടന്നിട്ടുള്ള ഏർബൻ ഫ്ലഡ്സിന് ശേഷം മലേറിയയും ഡെങ്കിയും കേസുകൾ ഹോസ്പിറ്റലുകളിൽ വളരെയധികം കൂടിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡൽഹിയിലെ കഴിഞ്ഞ വർഷത്തെ ഫ്ലഡുകൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രശ്നം ഇതിലും രൂക്ഷമാകുന്നു. കാരണം ഓൾറെഡി എക്സ്ട്രീംലി പൊല്യൂട്ടഡ് ആയ യമുന പോലൊരു നദിയുടെ വാട്ടറാണ് ഓവർഫ്ലോ ചെയ്യുന്നത്. അതവിടെ പല ആൾക്കാരിലും വളരെ സീരിയസ് ആയ സ്കിൻ കണ്ടീഷൻസും റാഷസും എല്ലാം കോസ് ചെയ്തു. പിന്നല്ലാതെ എസ്പെഷ്യലി ആൾക്കാരുടെ ഫുഡ് സെക്യൂരിറ്റി, വാട്ടർ സെക്യൂരിറ്റി, എനർജി സെക്യൂരിറ്റി, അങ്ങനത്തെ ആസ്പെക്ട്സിലെല്ലാം ഇതിന് വളരെ നെഗറ്റീവായ ഒരു ഇമ്പാക്ട് ഉണ്ട്. പിന്നെ ഓൺ ഇൻഡിവിജ്വൽ ലെവൽ പെർഹാപ്സ് ആൾക്കാർ ഏറ്റവും കൂടുതൽ അഫക്ട് ആവുന്ന സൈക്കോളജിക്കലി ആണ്. പല വേളകളിലും ഇങ്ങനത്തെ ഒരു ദുരന്തത്തിന് ശേഷം ആൾക്കാർക്ക് പ്രോപ്പർ കൗൺസിലിങ്ങോ തെറപ്പിയോ അങ്ങനത്തെ സർവീസസ് ആവശ്യം വേണ്ടി വരും. പക്ഷെ അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ഗവർണൻസ് സിസ്റ്റത്തിന് ആ ഒരു കേപ്പബിലിറ്റി ഇല്ല. അതും ഒരു വലിയ പ്രശ്നമാണ്. പിന്നല്ലേ ഇപ്പോൾ എഗൈൻ വളരെ കോമൺലി ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഫ്ലഡിങ്ങിന് ശേഷം വാല്യുബിൾ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഡിജി ലോക്കർ പോലെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെന്ന് പറയാം, എല്ലാ ഡോക്യുമെന്റും ഓൺലൈൻ കിട്ടും, സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ഇനീഷ്യേറ്റീവ്സ് ഒന്നെങ്കിൽ വളരെ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവയർനെസ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു സാധാരണ ആൾക്ക് പുള്ളിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും ഒരു പ്രളയത്തിനിടയിൽ പോയാൽ അത് പിന്നെ ജീവിതകാലം മൊത്തം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ അതുകൂടാതെ ഒരു അർബൻ ഏരിയയിൽ ഇപ്പൊ ലിമിറ്റഡ് ആയിട്ടാണെങ്കിലും ഉള്ള ഫോറസ്റ്റ് കവർ, കുറച്ച് ആനിമൽ ലൈഫ്, അങ്ങനത്തെ ബയോഡൈവേഴ്സിറ്റി, അതിനെയെല്ലാം അർബൻ ഫ്ലഡ്സ് വളരെയധികം ഡിസ്ട്രോയ് ചെയ്യുന്നു. അതുകൂടാതെ അവസാനമായി പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ സോയിൽ ഡീഗ്രഡേഷനും സോയിൽ ഇറോഷനും ഒക്കെയാണ്. അപ്പോൾ ഒരു ഫ്ലഡിങ് കാരണം ഉണ്ടായ ഡീഗ്രഡേഷനും ഇറോഷനും കാരണം അടുത്ത തവണ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ എഫക്ട്സ് പിന്നെ വേഴ്സൺ ആയിക്കൊണ്ടിരിക്കും. ആൻഡ് മോസ്റ്റ്ലി നമുക്ക് നോൺ എക്കണോമിക് എന്ന് പറഞ്ഞ എഫക്റ്റുകളെ ഈ ഒരു ഹെഡിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോ നമ്മളിപ്പോ കണ്ടത് ഒരു ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റൽ കോസ്റ്റ് ഓഫ് അർബൻ ഫ്ലഡിങ് കുറച്ച് സർക്കുലർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഒരു തവണ വൺസ് ഇറ്റ് ഹാപ്പൻസ് അതിന്റെ ഇമ്പാക്ട്സിൽ നിന്ന് പുറത്തു വരാൻ കുറെ സമയം എടുക്കുന്നു. ആൻഡ് അത് അർബൻ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറച്ചുകൂടി വീക്കൻ ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് ടൈം ഇറ്റ് ബിക്കംസ് എൻ ഈവൻ ബിഗർ പ്രോബ്ലം. അപ്പോൾ ഇത് ഹ്യൂമൻ കോസ്റ്റ് വളരെ വലുതാണ്, എൻവയോൺമെന്റൽ കോസ്റ്റ് വളരെ വലുതാണ്. പക്ഷെ എന്താണ് ഇതിന്റെ നമ്മുടെ GDP-യിലുള്ള ഒരു ഇമ്പാക്ട്? എക്കണോമിയെ ഇത് എങ്ങനെ ബാധിക്കുന്നു? നമുക്ക് ഇതിനെ 3 തരത്തിൽ അനലൈസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കൺട്രിക്ക് വരുന്ന കോസ്റ്റ്, പിന്നെ നമ്മുടെ സ്റ്റേറ്റ്സിന് വരുന്ന കോസ്റ്റ്, പിന്നെ നമ്മുടെ അർബൻ ബോഡീസിന് വരുന്ന കോസ്റ്റ്. അപ്പോൾ കൺട്രീസിന് വരുന്ന കോസ്റ്റ് നോക്കുകയാണ് ഇന്ത്യയുടെ മാത്രം കേസ് എടുക്കുകയാണെങ്കിൽ അടുത്ത കാലത്ത് നമ്മൾ വേൾഡ് റിസ്ക് ഇൻഡെക്സിന്റെ ഡേറ്റ പുറത്തു വന്നു. ഇന്ത്യ ഈസ് എ സെക്കൻഡ്
മോസ്റ്റ് അഫക്റ്റഡ് കൺട്രി. അതാണെന്ന് അവിടെ ഓൾറെഡി ഇന്ത്യയുടെ കേസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോഴും നമ്മുടെ GDP ഗ്രോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറെ അധികം നമുക്ക് ഇതിനകത്ത് കുറച്ച് എക്സ്കേപ്പ് മെക്കാനിസം അവിടെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സ്റ്റേറ്റ് വേഴ്സസ് ഒരു ഇത് നോക്കുകയാണ്. നമുക്ക് ഒത്തിരി വലിയ സ്റ്റേറ്റുകളുണ്ട്, ഒത്തിരി ചെറിയ സ്റ്റേറ്റുകളുണ്ട്. ചെറിയ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിന്റെ 10% ഓഫ് ദ GSDP അഫക്റ്റഡ് ആണ്. ഈവൻ 2018 കേരള ഫ്ലഡ്സിൽ ഓൾമോസ്റ്റ് 9,500 കിലോമീറ്റർ റോഡ് നമുക്ക് നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം റീബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു റീബിൽഡ് കേരള എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേൾഡ് ബാങ്കിന്റെ ഫണ്ട് മേടിച്ച് നമ്മളൊരു വലിയ റീബിൽഡ് ഇനീഷ്യേറ്റീവ് നടത്തി. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാകുന്ന വിഷയമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എല്ലാ കൊല്ലവും കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അർബൻ ബോഡീസിന്, പ്രത്യേകിച്ച് ഇപ്പം തിരുവനന്തപുരത്തിന് തന്നെ, ഇപ്പം അക്ഷർ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈ മാസ്റ്റർ പ്ലാൻ ഒന്നുകൂടെ 2040 ഒരു ഡ്രാഫ്റ്റ് മാസ്റ്റർ പ്ലാൻ മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ ഒന്നുകൂടെ അതിനുള്ള ഫൈനാൻസ് കണ്ടുപിടിക്കുക. ഇതൊക്കെ വളരെ എക്കണോമിക്കലി നോക്കുമ്പോൾ വളരെ ഇമ്പാക്റ്റ് ആണ്. അതുകൂടാതെ തന്നെ ഇപ്പൊ നമ്മൾ 2015 ചെന്നൈ ഫ്ലഡ്സ് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വളരെയധികം ലക്ഷറി കാർസ്, പോർഷയും BMW ഒക്കെ, ഇവരുടെയൊക്കെ ഫാക്ടറീസ് ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ചെന്നൈയിലാണ്. ഇപ്പോഴും അത് ചെന്നൈയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കാർസ് ഒക്കെ ഡാമേജ്ഡ് ആയിട്ട് വഴി കൂടെ ഒഴുകി നടക്കുന്ന ഒരു ഒത്തിരി വീഡിയോസ് നമ്മൾ യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ആംഗിൾ എടുക്കുമ്പോഴേക്കും ഇൻഷുറൻസ് കമ്പനീസ്, പർട്ടിക്കുലർലി ഇൻഷുറൻസ് കമ്പനീസ് വളരെയധികം അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനീസിന്റെ ക്ലെയിംസ് കൂടുന്നു. കൂടുമ്പോൾ ഫോർ എക്സാമ്പിൾ LIC, അതായത് ഒരു ഗവൺമെന്റ് ഇൻഷുററാണ്. ഗവൺമെന്റിന്റെ ഇതിനകത്തുനിന്ന് ഈ ക്യാഷ്, ഈ പ്രീമിയം ഇതിനകത്ത് തന്നെ ഗവൺമെന്റ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുപോലെ പ്രൈവറ്റ് ഇൻഷുറൻസ് ആണെങ്കിൽ അവർക്ക് വരുന്ന ബർഡൻ വളരെ കൂടുതലാണ്. അതൊക്കെയാണ് എനിക്ക് എക്കണോമിക് കോസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ എങ്ങനെ നോക്കിയാലും അർബൻ ഫ്ലഡിങ്ങിന്റെ എൻവയോൺമെന്റൽ, ഹ്യൂമൻ ആൻഡ് ഇക്കണോമിക് കോസ്റ്റ് വളരെ വലുതാണ്. പക്ഷെ എന്നിട്ടും ഇതൊരു റിപ്പീറ്റഡ് ഇവന്റ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എവിടെയോ നമ്മൾ പാളിപ്പോകുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് നമ്മുടെ പ്രിപ്പറേഷൻ, പ്രിവെൻഷൻ കേപ്പബിലിറ്റീസ്, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. ഇതിൽ എന്തൊക്കെയോ പിഴവ് വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഡെക്കേഡ് ബാക്ക് ഇവിടെ ഒരു ഓപ്പറേഷൻ അനന്ത നടന്നു ടു ഡീസിൽറ്റ് കനാൽസ് ആൻഡ് ഇലീഗൽ കൺസ്ട്രക്ഷൻസ് ഒഴിവാക്കി എൻക്രോച്ച്മെന്റ്സ് മാറ്റി ഡ്രെയിനേജ് സിസ്റ്റം കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ആ ഓപ്പറേഷനും പല പൊളിറ്റിക്കൽ ഇന്റർഫറൻസും വേറെ ലോക്കൽ ഓപ്പോസിഷനും കാരണം നിന്നുപോയി. അതിന്റെ ലാസ്റ്റ് പാർട്ടായിരുന്നു വേളിയിലേക്കൊരു, ആക്കുളംലേക്ക് ഒരു ബ്രേക്ക് വാട്ടർ ക്രിയേറ്റ് ചെയ്യുക. അത് ഇപ്പോഴും നടന്നിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് സീൻ ആസ് വൺ ഓഫ് ദ റീസൺസ് വൈ ട്രിവാൻഡ്രം കണ്ടിന്യൂസ് ടു ഫേസ് ദ ഫ്ലഡിങ് പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിലും അതിന് ഇംപ്ലിമെന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ നാഷണൽ ലെവലിൽ എന്ത് ഇനീഷ്യേറ്റീവ്സ് ആണ് ഇപ്പോൾ ഉള്ളത്? ഇത് സഫീഷ്യന്റ് ആണോ ഇപ്പോഴത്തെ ഈ അർബൻ ഫ്ലഡിങ് സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ വേണ്ടി? അക്ഷർ, നാഷണൽ ലെവൽ ആക്ച്വലി അർബൻ ഫ്ലഡിങ്ങിനെ സ്പെസിഫിക്കലി ടാക്കിൾ ചെയ്യാനായിട്ട് പല സ്കീമുകളും ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ മറ്റേ അടൽ മിഷൻ അഥവാ അമൃത് സ്കീം അഥവാ സ്മാർട്ട് സിറ്റീസ് മിഷൻ, ഈ രണ്ട് സ്കീമിനകത്തും വാട്ടർ മാനേജ്മെന്റും ഡ്രെയിനേജ് കനാൽസ് ഡീസിൽറ്റ് ചെയ്യുന്നതും അതെല്ലാം ക്ലിയർ ചെയ്തതിനെ പറ്റി വളരെ സ്പെസിഫിക്കലി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് സിറ്റീസ് മിഷന്റെ അടിയിൽ തന്നെ സിറ്റീസ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് ആക്ച്വലി വേസ്റ്റ് മാനേജ്മെന്റ് ആണ് പ്രൈമറി ഫോക്കസ്. അതിൽ തന്നെ അവർ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റായി പ്രോപ്പർ ആക്കി അത് ഇതുപോലെ ഡ്രെയിനേജ് ചാനലുകളിലോ അല്ലെങ്കിൽ അവിടുത്തെ വാട്ടർ ബോഡീസിലോ ഡംപ് ചെയ്യാതിരുന്നാൽ തന്നെ അർബൻ ഫ്ലഡിങ് ഒരു ലാർജ് എക്സ്റ്റെൻഡ് തടയാൻ പറ്റുമെന്ന്. പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്ന് കറക്റ്റായി നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇതുപോലെ സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾ മാറ്റി വെച്ചാൽ തന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു ഫ്ലഡിനിടയിൽ എന്തൊക്കെ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്, എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നതൊക്കെ. അതിനെ പറ്റി ലാർജ്ലി ഒരു അവയർനെസ്സോ അത് അങ്ങനെ ഫോളോ ചെയ്യപ്പെടുന്നോ അല്ല. അത് ഒരു പ്രശ്നമാണ്. പിന്നെ അതുകൂടാതെ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഒരു മോഡൽ ബിൽഡിംഗ് ബൈലോസ് ഉണ്ട്. അതിനകത്ത് സ്പെസിഫിക്കലി ഇതുപോലെ കോസ്റ്റൽ സോൺസ്, വെറ്റ് ലാൻഡ്സ്, ലോ ലേയിങ് ഏരിയാസ്, അതുപോലത്തെ ഏരിയാസിൽ കൺസ്ട്രക്ഷൻ വരുമ്പോൾ എന്താണ് കറക്റ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതും അത്ര ഫോളോഡ് അല്ല എന്നുള്ളതാണ് സാഡ് ട്രൂത്ത്. പിന്നെ അവരുടെ തന്നെ ഹൗസിംഗ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അഥവാ SOP ഉണ്ട് അർബൻ ഫ്ലഡ്സിനെ എങ്ങനെ തടുക്കണമെന്നുള്ളത്. അത് ലോക്കൽ ബോഡീസ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നതാണ് സത്യം. പിന്നെ നമുക്ക് അത് മാറ്റി സിറ്റി ലെവലിലേക്ക് വരികയാണെങ്കിൽ മുംബൈയിൽ ഒരു ഐ ഫ്ലോസ് എന്നൊരു സിസ്റ്റം ഉണ്ട്, ചെന്നൈയിലാണെങ്കിൽ സി ഫ്ലോസ് എന്നൊരു സിസ്റ്റം ഉണ്ട്.
മുംബൈയിൽ ഇത് എസെൻഷ്യലി ഒരു ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. അത് 2005 മുംബൈയിലെ മേജർ ഫ്ലഡ്സിന് ശേഷം ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ആൻഡ് ഓബിയസ്ലി മുംബൈ ഇപ്പോഴും urban ഫ്ലഡ്സ് ഫേസ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് എവറി ഇയർ. ബട്ട് ഒരിക്കലും 2005 ഫേസ് ചെയ്ത് അത്രയും ഇമ്പാക്ട് പിന്നെ വന്നിട്ടില്ല എന്നുള്ളതിന് പറയുന്നുള്ള ഏറ്റവും വലിയ കാരണം ഈ ഐഫ്ലോസ് എന്ന സിസ്റ്റമാണ്. ചെന്നൈയിലെ സി ഫ്ലോസ് ഇതുപോലെ GIS ടെക്നോളജിയുടെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഏർലി വാർണിംഗ് സിസ്റ്റം അല്ല, പക്ഷേ സ്പെസിഫിക് സിനാരിയോസിൽ ലോക്കൽ ബോഡീസ് അല്ലെങ്കിൽ ഗവൺമെന്റ്സ് എങ്ങനെ ആക്ട് ചെയ്യണം, എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് അവരെ ഡിസൈഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ മുംബൈ തന്നെ ഉള്ള വേറൊരു സിസ്റ്റമാണ് ബ്രിംസ്റ്റോ വാർഡ് എന്ന് പറഞ്ഞത്. അതൊരു മുംബൈ അവിടുത്തെ മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഒരു സ്കീമാണ്. അത് എസെൻഷ്യലി മുംബൈയിലെ സ്റ്റോം വാട്ടർ ഡ്രെയിൻസും ഡ്രെയിനേജ് ചാനൽസും എല്ലാം എല്ലാ വർഷം പ്രോപ്പർലി ക്ലീൻഡും മെയിൻറ്റെയിൻഡും ആണെന്ന് എൻഷുർ ചെയ്യുന്നു. അതും ഇതുപോലെ മുംബൈയിലെ ഫ്ലഡിങ്ങിന്റെ ഇമ്പാക്ട് കുറഞ്ഞതിന്റെ പുറകിൽ ഒരു വലിയ ഫാക്ടറാണ്. പിന്നെ നമുക്ക് തടയാൻ പറ്റി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നഗരത്തിൽ ഗ്രീൻ കവർ, ഫോറസ്ട്രി അങ്ങനത്തെ ഏരിയാസ് കൂട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ നഗർ വൻ സ്കീമുണ്ട്. പിന്നെ അവസാനം പറയാൻ പറ്റുന്നത് എല്ലാം എൻകംപാസ് ചെയ്യുന്ന രീതിയിൽ ഒരു മിഹിർ ഷാ കമ്മിറ്റി ഉണ്ട്. മിഹിർ ഷാ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒരു സിറ്റിക്കകത്ത് വാട്ടർ മാനേജ്മെന്റ് എങ്ങനെ ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ പറയുന്ന ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ അർബൻ ഫ്ലഡ്സിനെ വലിയ രീതിയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് അപ്പോൾ ഇൻ കൺക്ലൂഷൻ എന്താണ്, സ്കീമുകൾക്ക് പ്രത്യേകിച്ച് പഞ്ഞമോ കുറവോ ഒന്നുമില്ല, പക്ഷെ ഇംപ്ലിമെന്റേഷൻ ഇസ് വേർ വി ആർ ലാക്കിംഗ്. ആൻഡ് അത് അഡ്രസ് ചെയ്യാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോ ഇനിഷ്യേറ്റീവ്സ് നമുക്ക് ധാരാളമുണ്ട്. ഓഫ് കോഴ്സ് പോളിസി വൈസ് വി ആർ പ്രിപ്പയർഡ് ടു ഡീൽ വിത്ത് അർബൻ ഫ്ലഡിംഗ്. പക്ഷെ ഇംപ്ലിമെന്റേഷനിൽ വി സീം ടു ബി ലാക്കിംഗ്. പക്ഷെ എന്നാലും ഇന്ത്യയിൽ തന്നെ എക്സാമ്പിൾസ് ഉണ്ട് ഓഫ് സിറ്റീസ് ദാറ്റ് ഹാവ് ഇംപ്ലിമെന്റഡ് ദിസ് പ്ലാൻ പ്രോപ്പർലി. ഇപ്പൊ റീസെന്റ് സെൻട്രൽ ഗവൺമെന്റ് അക്നോളജ് ചെയ്തു ദാറ്റ് 2 cities ഹാവ് സക്സസ്ഫുള്ളി കർവ്ഡ് അർബൻ ഫ്ലഡിംഗ്. ഒന്ന് കർണാടകത്തിലെ ദാവൻഗരെ, 2 ത്രിപുരയിലെ അഗർത്തല. അപ്പൊ ഈ 2 സിറ്റീസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് എടുത്തത് അവിടുത്തെ അർബൻ ഫ്ലഡിംഗ് കർവ് ചെയ്യാൻ വേണ്ടി. ആദ്യമായിട്ട് എക്സിസ്റ്റിംഗ് ഡ്രെയിനേജ് സിസ്റ്റംസ് അവർ മാപ്പ് ചെയ്തു. രണ്ടാമത് ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ്സ് മാറ്റി ഡ്രെയിനേജ് സിസ്റ്റംസ് ക്ലിയർ ചെയ്തു. ആൻഡ് സ്റ്റോം വാട്ടർ ഡ്രെയിനേജിന് വേണ്ടി പുതിയ കുറച്ച് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള മോഡൽസ് ഈ എക്സിസ്റ്റിംഗ് ഇനീഷ്യേറ്റീവ്സിന്റെ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ്റെ ഒരു വളരെ നല്ല എക്സാമ്പിൾ ആണ്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ മറ്റ് നഗരങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഗ്ലോബൽ ലെവലിൽ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ സ്കീംസ് നമുക്ക് എമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ സുബിൻ? നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമ്മളോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ചൈന. ഈവൻ ദോ വി ഹാഡ് സിമിലർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എവരിത്തിങ്. അപ്പോൾ ടിൽ 1990s, അതായത് ഇന്ത്യ ചെയ്യുമ്പോഴുള്ള വേറെ ലെവലെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും 2015 അടുപ്പിച്ച് ഇവരൊരു പ്രോജക്റ്റ് തുടങ്ങുന്നത് സ്പോഞ്ച് സിറ്റി. അതിപ്പോൾ വളരെയധികം ന്യൂസിൽ വരുന്നൊരു ഇതാണ്. സ്പോഞ്ച് സിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു റൈപ്പേറിയം ബഫർ ക്രിയേറ്റ് ചെയ്യുന്നു എല്ലായിടത്തും. ഒരു വെറ്റ്ലാൻഡ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കുറച്ചധികം വെറ്റ്ലാൻഡ്സ് അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ വെറ്റ്ലാൻഡ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർബനിൽ നിന്ന് വരുന്ന വാട്ടർ, അർബൻ സിറ്റീസ് അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ വരുന്ന വാട്ടർ ഈ ഇതിനകത്ത് തന്നെ അബ്സോർവ് ചെയ്ത് പോവുക. അപ്പം ഇതുപോലത്തെ വേറൊരു ഐഡിയ ആണ് റൂം ഫോർ ദ റിവർ. നെതർലാൻഡ്സ് ബേസ് ചെയ്ത് ഇപ്പം നമ്മുടെ കേരളത്തിൽ കുട്ടനാട് ഈ ഒരു ഐഡിയ കൊണ്ടുവരണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് കേരള ഇത് ചെയ്യുന്നത്. അതായത് കുട്ടനാടല്ല, ഓൾമോസ്റ്റ് കേരളത്തിൽ ഫ്ലഡ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ഇത്, അതായത് റിവറിന് ഒരു റൂം കൊടുക്കുക, റിവറിന് ഒഴുകാനുള്ള ഐഡിയ കൊടുക്കുക. അപ്പൊ ഇത് നമുക്ക് വേറെ നമ്മുടെ തന്നെ സിറ്റീസിൽ പലതരം അർബൻ സിറ്റീസിലേക്ക് ഇത് എമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒത്തിരി സിറ്റീസ് നമ്മുടെ രാജ്യത്ത് ഒത്തിരി സിറ്റീസ് ഈ പറയുന്ന റിവേഴ്സിന്റെ സൈഡിലായിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ലൂണി റിവറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം സബർമതിയുടെ കേസാണെങ്കിലും അതെല്ലാം മേജർ സിറ്റീസിൽ കൂടെ കടന്നു പോകുന്ന റിവേഴ്സാണ്. അപ്പം പക്ഷേ ഇതിനകത്ത് നിന്നെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഈവൻ ഈ സ്പോഞ്ച് സിറ്റി ആണെങ്കിലും റൂം ഫോർ ദ റിവർ ആണെങ്കിലും ഇതിനൊക്കെ ഇംപ്ലിമെന്റേഷനൊക്കെ ഒരു ലിമിറ്റേഷൻ. ഈ പറയുന്ന നെതർലാൻഡ്സിൽ ഇപ്പൊ തന്നെ ഈ റൂം ഫോർ ദ റിവർ കേരള ഗവൺമെന്റ് ഈ ഐഡിയ കൊണ്ടുവന്നപ്പോ തന്നെ റൂം ഫോർ ദ റിവർ അവിടെ നെതർലാൻഡ്സിന്റെ ഇടയ്ക്ക് ഫെയിൽ ആയായിരുന്നു. അതായത് ഒരു സിറ്റിയിൽ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഈ സ്പോഞ്ച് സിറ്റിയുടെ ആണെങ്കിലും 1-2 സിറ്റികളിൽ ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ പഴയ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഗ്രേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ നമ്മൾ ഈ സ്റ്റോം ഡ്രെയിൻസും ആ ഒരു ഐഡിയ എന്ന് മാറി ബ്ലൂ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പൊ അക്ഷർ പറഞ്ഞ കേസ് തന്നെയാണ്, ബ്ലൂ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറേണ്ട സമയമായി. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനകത്ത് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും വി ആർ ഫേസിങ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ്.
അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ ഓർഡിനറി മെഷേഴ്സ് എടുത്താൽ പോലും ഇടയ്ക്ക് നമുക്ക് ഫെയിൽ ആകാനുള്ള ഇതുണ്ട്. പക്ഷെ ആ ഫെയിലിയറിനെ മുമ്പിൽ കണ്ട് വീണ്ടും എക്സ്ട്രാ ഓർഡിനറി മെഷേഴ്സ് നമ്മൾ എടുത്തേ തീരുള്ളൂ എന്നാണ് ഗ്ലോബൽ ഇതിനകത്തുനിന്ന് ഉള്ള മെഷേഴ്സും എല്ലാം കൂടെ എമുലേറ്റ് ചെയ്ത ഒരു നല്ലൊരു മെഷേഴ്സ് നമ്മൾ തന്നെ എടുത്താൽ തീരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. So there are a lot of initiatives that we can get inspiration from. നാഷണൽ ലെവലിലായാലും ഗ്ലോബൽ ലെവലിലായാലും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാവുന്നത് is that we need an integrated approach. നമുക്ക് ഒരു കാര്യത്തിനെയും ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അർബൻ ഫ്ലഡിങ്ങിന്റെ കോസ്റ്റ് നമ്മൾ അഡ്രസ് ചെയ്തപ്പോൾ വി സോ ദാറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ, അർബൻ ഗവേണൻസ് ഇസ് എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. We have to make sure that implementing agencies work together for a watershed-based approach. എന്നാൽ മാത്രമേ അർബൻ ഫ്ലഡിങ്ങിനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ തടയാൻ നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് ഐടോക്സിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.